ഉപകാരപ്പെടാവുന്ന, ദൈനംദിന ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന രീതിയിലുള്ളവ, ഉപകാരമില്ലാത്ത രീതിയിലുള്ളവ, നെഗറ്റീവ് ചിന്തകൾ, ഇവയെല്ലാം നമുക്ക് കൃത്യമായി തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി നമുക്ക് ഒരു ടീച്ചറോട്, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ, കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ടീച്ചറോടോ ഒരു സുഹൃത്തിനോടോ നമുക്ക് വല്ലാത്തൊരു, ആ വ്യക്തി ഒരു കാരണവശാലും നമ്മുടെ ശത്രുവല്ല എന്നും, ഇതെല്ലാം നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. നിരന്തരമായി പറഞ്ഞ് പഠിപ്പിക്കലും അതേപോലെ ബിഹേവിയർ രീതിയിൽ അദ്ദേഹത്തിനെ കാണുമ്പോൾ ചിരിക്കുക, അദ്ദേഹത്തിനോട് സംസാരിക്കുക, അദ്ദേഹവുമായി ഇടപഴകുക, അങ്ങനെയുള്ള ബിഹേവിയറും അതേ നമ്മുടെ ഈ ആന്തരിക ധാരണ, ആ വെറുപ്പ് നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും. ഇതാണ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്. രണ്ടാമത് ഗൈഡഡ് ഡിസ്കവറി എന്ന് പറയും. അതായത് നമ്മുടെ മനസ്സിൽ വിഷമമുള്ള പല കാര്യങ്ങളും ഉണ്ടാവും, സാഹചര്യങ്ങൾ, വിഷമമുള്ള സാഹചര്യങ്ങൾ. ഒരു പാസ്റ്റിലൊരു സാഹചര്യത്തെ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നിരിക്കട്ടെ, നമുക്കതിനെ ഓർക്കണം എന്നിരിക്കുക. നമ്മൾ തന്നെ കൃത്യമായി